മഹാകവി വയലോപ്പള്ളി ശ്രീധരമേനോന്റെ ഓർമ്മ ദിനമാണിന്ന്. ഒരുപാട് കവിതകൾ, എന്തിനു മർത്യായുസിൽ സാരമായത് ചില മുന്തിയ സന്ദർഭങ്ങൾ അല്ല മാത്രകൾ മാത്രം. എത്ര മനോഹരമായ കവിതകളാണ്. കാച്ചിക്കുറുക്കിയ കവിതകളിലൂടെ മലയാളികളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച കവിയാണ് വയലോപ്പള്ളി. പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിയോട് നീതി പുലർത്തി ജീവിക്കാൻ കവിതകളിലൂടെ ആഹ്വാനം ചെയ്തു വയലോപ്പള്ളി. പൊന്നുഷസിന്റെ കൊയ്ത്തിൽ നിന്നൂരി ചിന്നിയ കത് ചുറ്റും കിടക്കെ മേബി കൊയ്ത്തുകാർ പുഞ്ചയിൽ ഗ്രാമജീവിത കഥാനാടക ഭൂവിൽ. കാവ്യസമൃദ്ധിയാലും കാവ്യഭംഗിയാലും നിറഞ്ഞു തുളുമ്പുന്ന കവിതകൾ. ഭാഷാലാളിത്യം ആ കവിതകൾക്ക് നൽകുന്ന അഴക് ഒന്ന് വേറെ തന്നെയാണ്. പ്രകൃതിയും മനുഷ്യനും ഒന്നിക്കുമ്പോഴുണ്ടാകുന്ന സൗന്ദര്യം വയലോപ്പള്ളി ശ്രീധരമേനോനെ എക്കാലവും ഭ്രമിപ്പിച്ചിരുന്നു. ഗ്രാമത്തിന്റെ വിശുദ്ധി, കാർഷിക സംസ്കാരം, വയലുകളും ജലാശയങ്ങളും പച്ചപ്പും ചോര നീരാക്കുന്ന തൊഴിലാളിയുടെ അധ്വാന ശക്തിയുമെല്ലാം ആ കവിതകളിൽ തെളിഞ്ഞു നിന്നു. നീളമേറുന്നു ചൂടും നിതരാം ദിനങ്ങൾക്ക്. അതിഭാവുകത്വത്തിൽ നിന്നും മാറി യുക്തിചിന്തയും ആധുനികതയും യാഥാർത്ഥ്യബോധവുമെല്ലാം വയലോപ്പള്ളി കവിതകളിൽ സ്ഥാനം പിടിച്ചു. അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നങ്ങൾ എന്നും കവിയെ വേദനിപ്പിച്ചു. കുടിയൊഴിക്കൽ, കന്നിക്കൊയ്ത്ത്, കാക്ക, ഓണപ്പാട്ടുകൾ, ഓണമുറ്റത്ത്, വിഷുക്കണി, അഭിവാദനം, യുഗപരിവർത്തനം മുതലായ കവിതകൾ ഇതിന്റെ ഉത്തമ ദൃഷ്ടാന്തങ്ങളാണ്. പുഞ്ചിരി ഹാ കുലീനമാം കള്ളം നെഞ്ചുകീറി ഞാൻ നേരിനെ കാട്ടാം. മനുഷ്യൻ മിണ്ടാപ്രാണികളോട് ചെയ്യുന്ന ക്രൂരതയിൽ കവിക്കുള്ള രോഷമാണ് സഖിന്റെ മകൻ എന്ന കവിതയെങ്കിൽ അടിമച്ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് പുതിയൊരു ലോകം സൃഷ്ടിക്കാനുള്ള ആഹ്വാനമാണ് പന്തങ്ങൾ എന്ന കവിത. ചോര തുടിക്കും ചെറുകൈയുകളെ പേറുക വന്നീ പന്തങ്ങൾ. ഒന്നിച്ച് ജീവിക്കാനാകാതെ വേർപിരിഞ്ഞ് ജീവിച്ച ദമ്പതികളെക്കുറിച്ച് പറയുന്ന കണ്ണീർപ്പാടം എന്ന കവിത കവിയുടെ ആത്മകഥയാണെങ്കിൽ മാതൃഹൃദയത്തിന്റെ തേങ്ങലാണ് മാമ്പഴം എന്ന അനശ്വരമായ കവിത. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ തലമുറകളിലൂടെ ഒഴുകിപ്പരക്കുന്ന ആ കവിതകൾ മലയാളികളുടെ ഹൃദയത്തിൽ ഇന്നും ജീവിക്കുന്നു. ഉത്സവം നടക്കയാണ് അമ്പലമുറ്റത്ത് റിസർച്ച് ഡെസ്ക് 24.